എന്തേത്? മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ. എന്താ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ? പരസ്പരമുള്ള സമ്മതപ്രകാരം നമ്മൾ തമ്മിൽ പിരിയാനുള്ള എഗ്രിമെന്റ്. ഇതിൽ ഞാനും ഒപ്പുവയ്ക്കാം, എന്നിട്ട് കുടുംബ കോടതിയിൽ കൊടുക്കാം. ഓഹോ, അത് ശരി. അപ്പൊ നഷ്ടപരിഹാരം പോലും തരാതെ എന്നെ ഒഴിവാക്കി വിടാനുള്ള കുൽസിത ശ്രമമാണല്ലേ? അങ്ങനെയൊന്നും ഞാൻ ഇവിടുന്ന് പോകുന്നു വിചാരിക്കണ്ട. ഈ കേസിൽ നിന്റെ അച്ഛന് പ്രതിയായി ജയിലിൽ പോവും. എന്താ ഇത്ര ആലോചിക്കാൻ? ഒരു ഒപ്പിടുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒപ്പിട്. എന്റെ പേനയൊന്നുമില്ല. പേന ഞാൻ തരാം. ഇതൊരു നടക്കി പോകുന്ന മട്ടില്ല. വേണ്ട, വീണ്ടും വരുന്നു. പേന ഒപ്പിട്. ശരി ശരി, ഞാൻ ഒപ്പിടാം. പക്ഷേ 1 കോടി രൂപ ഞാൻ ചോദിച്ച നഷ്ടപരിഹാരം അതും കൂടി താ. അത് നടക്കില്ല. നടക്കില്ല? നടക്കില്ല. അത് തന്നാ പിന്നെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചു എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് ഞാൻ തരില്ല. എന്റെ 7 കണ്ടീഷൻസ് അംഗീകരിക്കാൻ വയ്യെങ്കിൽ നിനക്ക് ഡിവോഴ്സ് വാങ്ങി പോകാം. എന്റെ ഭാര്യ ഒരു റോബോട്ടിനെ പോലെ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് ജീവിക്കണമെന്നുള്ളതാ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻസ്. ആ 7 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാലും ഈ വിവാഹമോചനം ബാധകമാണ്. ഞാൻ ഇത്രയും തുണിയൊന്നും എന്റെ വീട്ടിൽ പോലും അലക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ അലക്കണം. അത് മാത്രമല്ല, അയൺ ചെയ്യും വേണം. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. എനിക്കതൊന്നും ശീലവും ഇല്ല. ശീലിക്കണം. എന്റെ കൂടെയുള്ള ജീവിതം എന്നും നിനക്ക് ഇങ്ങനെ തന്നെയായിരിക്കും. ഒന്നുകിൽ ഈ തുണി മുഴുവൻ അലക്കണം, അല്ലെങ്കിൽ ഇതിലൊപ്പിടണം. എന്തു പറയുന്നു? ശരി, തുണി ഞാൻ അലക്കാം, പക്ഷെ അയൺ ചെയ്യാൻ പറ്റില്ല. അതും ചെയ്തേ പറ്റൂ. നിങ്ങളൊരു ക്രൂരനാ, കശാപ്പുകാരൻ. അതെ, ക്രൂരനാ, കശാപ്പുകാരനും ഗുണ്ടയും കൊലയാളിയും കൂടിയാ. അറിയാം, ഞാൻ കണ്ടു. എന്ത് കണ്ടു? അയ്യോ എന്റെ പൊന്നോ, ഒന്നുമില്ലേ. തുണി അലക്കാത്തതിന് ഡിവോഴ്സ് വേണമെന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ മരങ്ങോടൻ ഭർത്താവ് നിങ്ങൾ തന്നെ ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചു. ഞാനൊരു മരങ്ങോടൻ തന്നെ പോരെ. എന്തായാലും അലക്കിയേക്കാം. ഇവിടുത്തെ വലിയ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സിമ്പിൾ. അത് ഈ മണ്ടൻ അറിയില്ല. തൽക്കാലം തോറ്റു കൊടുത്തേക്കാം. എനിക്കെന്റെ അച്ഛനെ രക്ഷിച്ചല്ലേ പറ്റൂ. അത് കഴിഞ്ഞ് കാണിച്ചു തരാടാക്കിയിട്ടില്ലാറേ. അതെ, ആലോചന നിർത്തിയിട്ട് വേഗം അലക്കാൻ നോക്ക്. വേറെയും ജോലികൾ ചെയ്യാനുണ്ടേ. ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതാണോ ഇങ്ങനെ തീരുമ്പോ പണി തരാൻ? അല്ല, റോബോട്ട്. ഈ വീട്ടിലെ ജോലികളെല്ലാം സന്തോഷത്തോടെ ചെയ്യുന്ന റോബോട്ട്. ശരി ശരി, അപ്പൊ പണി തുടങ്ങിക്കോ. പിന്നെ ഡ്രൈ വാഷ് ചെയ്ത എന്റെ കോട്ട് ആ അലമാരിയിൽ നിന്നെടുത്ത് ഒന്ന് വെയിലത്തിട്ടേക്കണം. വളരെ വിലപിടിപ്പുള്ളതാണ്. ഓ ആയിക്കോട്ടെ. ആലംബന. എന്താ? അല്ല, ഞാൻ കുപ്പിന്ന് വന്ന ഭൂതാണല്ലോ. ആലംബന. എടുക്ക്. ഇപ്പൊ നിന്നെ കണ്ട ബേക്കറിക്കാരിയെ പോലെ അല്ല, ശരിക്കും ഒരലക്കാരിയെ പോലെ ഉണ്ട്. എന്താ ഒരു ഒറിജിനാലിറ്റി. ഞാനൊന്ന് കാണിച്ചു തരാം. നല്ലപോലെ അലക്കണം. ഒരൊറ്റ അലക്കങ്ങ്. എന്താ? ഏയ് ഒന്നുമില്ലേ, ഞാൻ നല്ലപോലെ അങ്ങ് അലക്കിയേക്കാന്ന് പറയുമായിരുന്നു. ചെല്ല്. അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞു. നിന്നെ ഞാൻ നക്ഷത്രം എണ്ണിക്കൊടി. അയ്യോ എന്തൊരു ഭാരം. ഇതെല്ലാം കൂടി വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഉണക്കി കഴിയുമ്പോ എത്ര നേരം കഴിയും? ഇയാളുടെ 7 കണ്ടീഷൻസ് അനുസരിച്ച് ജീവിച്ചാൽ ഞാൻ മരിച്ചു പോത്തേ ഉള്ളൂ. ഇങ്ങോട്ട് മരുമോളായിട്ട് കെട്ടി എഴുന്നള്ളിയ എന്നെ പറഞ്ഞാ മതിയല്ലോ. അതെങ്ങനെയാ?
അതിനിടയില് ആ CBI കാരൻ കേറി വന്നില്ലേ, എന്നിട്ട് ഭീഷണിപ്പെടുത്തിയില്ലേ. ആ അമ്മ അനുഭവിക്കാൻ എന്നെ. ആ തെളിവെന്റെ കൈ കിട്ടുന്നത് വരെ വേറെ ഒരു വഴിയുമില്ല. എന്റെ ഭഗവാനെ, ഇതിനിടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഇവന്മാർക്കൊക്കെ ഒരു മുട്ടം പണി കൊടുത്തൂടെ നിനക്ക്? എന്താ അമ്മായിയമ്മേ വിഴുപ്പുമല്ലയും ചുമന്ന് ഒറ്റയ്ക്ക് പിറവിറുക്കുന്നേ? ഇവിടെ വാഷിംഗ് മെഷീൻ എവിടെയാ? അത് ഔട്ട് ഹൗസിലാ. അയ്യോ, ഇനിയിപ്പോ ഇത് അവിടം വരെ ഞാൻ ചുമന്നോണ്ട് നടക്കണോ? അല്ലാതെ ഔട്ട് ഹൗസ് ഇങ്ങോട്ട് വരില്ലല്ലോ. അയ്യോ, നല്ല തമാശ. ഒരൊറ്റ ചിരി അങ്ങ് വെച്ചെന്നാണ്ടല്ലോ. ഇതെന്താ അനങ്ങാത്ത? ഇതിന് ലൈറ്റും കത്തുന്നില്ലല്ലോ. എന്തു പറ്റി? ടാപ്പ് ഓപ്പൺ അല്ലേ? ഓപ്പൺ ആണല്ലോ. അതെ, വെറുതെ അത് തട്ടി നോക്കണ്ട, അത് വർക്ക് ചെയ്യില്ല. ഇത് വർക്ക് ചെയ്യില്ലേ? ഇല്ല, അത് ഡാമേജാ. ഓഹോ, അത് ശരി. ഇതറിഞ്ഞിട്ടാണോ ഇത്രയും തുണികള് അലക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ട നിങ്ങള്? ഇവിടെ വേറെ വർക്ക് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലേ? ഇല്ല. ഇല്ലേ? പിന്നെ ഇവിടെ ഉള്ളവരെങ്ങനെ തുണി അലക്കുന്നേ? പുറത്ത് അലക്കുകല്ലുണ്ട്, അതില് അടിച്ചു കഴുകിയാ മതി. എന്താ പറഞ്ഞേ? കല്ലിൽ അടിച്ചു കഴുകാനോ? അതോ ഇത്രയും തുണി? ഞാൻ എന്താ ഡോബി വാലയാണോ? അല്ല പിന്നെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വേണമെങ്കിലേ ആരെങ്കിലും വിളിച്ചു കഴിപ്പിച്ചോ. നീ തന്നെ കഴുകണം. അതെ, ഇതെല്ലാം എന്റെ 7 കണ്ടീഷൻസിൽ പെടുന്ന. ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിനക്ക് തിരികെ പോവാം. പക്ഷേ 5ന്റെ നയാ പൈസ നിനക്ക് ഞാൻ തരില്ല. ഹിറ്റ്ലറെ, ഇതൊരുമാതിരി ചീറ്റിംഗ് ആണ്. ഓ, ഇത്രയും തുണി കഴുകാൻ വാഷിംഗ് മെഷീൻ ഇല്ലാതെ എങ്ങനെ പറ്റും? വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യില്ലെന്ന് നേരത്തെ പറയാത്ത എന്താ? വാഷിംഗ് മെഷീനിൽ കഴുകിയാൽ തുണി നന്നായിട്ട് വെളുക്കില്ല. അതിന് അലക്ക് കല്ലിൽ അടിച്ച് തന്നെ കഴുകണം. ആ, പിന്നെ വേഗം വേണം. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ജോലി പറയാൻ. തീരുമ്പോ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതോ? ആ, അതെ, ഭൂതം തന്നെ. യജമാനന്റെ അടിമയായ ഭൂതം. ആ, വേഗം തുടങ്ങിയോ. പിന്നെ ഇതെല്ലാം വിലപിടിപ്പുള്ള തുണികളാ, സൂക്ഷിച്ചു വേണം അലക്കാൻ. തുണിയെങ്ങാനും കീറിപ്പോയാൽ അതിന്റെ കാശ് കൂടി നിന്റെ കയ്യിൽ നിന്ന് ജോലി ചെയ്യിപ്പിച്ച് ഈടാക്കും ഞാൻ. മനസ്സിലായോടി ഭൂതമേ? ഭൂതം നിങ്ങളുടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. വെറുതെ വളവളാന്ന് വർത്താനം പറയാതെ പറഞ്ഞ ജോലി ചെയ്യും. അയ്യോ, പോവാണോ? എന്തൊരു ദുഷ്ടനോ ഇയാള്. ഇയാൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ലേ? സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഇയാളെയൊക്കെ ചവിട്ടി കൊല്ലുക വേണ്ടത്. ഇതാരാ എറിഞ്ഞത്? ഞാൻ തന്നെയാ. തുണി അലക്കിയിട്ട് ഇതിനകം മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കണം. അതിനിവിടെ വാക്യൂം ക്ലീനറല്ലേ, പിന്നെന്തിനും ചൂല്? അതും വർക്ക് ചെയ്യില്ല. പിന്നെ അല്പം പോലും പൊടി കാണരുത്. വൃത്തിയായിട്ട് വേണം തൂക്കാൻ. പിന്നെ ഇതൊരു ക്ലീഷേ ജോലിയാണെന്ന് എനിക്കറിയാം. കഠിനമായ ജോലികൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്ത്? തുടങ്ങിക്കോ.
ഓൾ ദി ബെസ്റ്റ്. എന്റെ ഈശ്വര, ഈ കാട്ടുമാക്കാനെ കൊണ്ട് എന്റെ ജീവിതം കോഞ്ഞാട്ടെ ആവുമല്ലോ. അലക്കണോ അല്ലേ? ഇപ്പൊ അലക്കി തരാം. അലക്കി വെളുപ്പിച്ച് തന്നെ തരാം. ഇതാ കോന്തൻ ഡീക്കയുടെ മോന്തയ്ക്ക്. ഇത് മൂത്ത മരുമോളുടെ മരമോന്തയ്ക്ക്. ഇതാ രണ്ടാമത്തെ സുന്ദരി കോതയുടെ തലയ്ക്ക്. ഇതാ മൂന്നാമത്തെ എലുമ്പിയുടെ മരപ്പൂച്ച മോന്ത കിട്ടും. ഇതാ CBI കാരന്റെ നട്ടപ്പുറത്തിനിട്ട്. വൃത്തിയിട്ടവൻ. അവൻ ഒരുത്തനാ എനിക്ക് ഗതി വരുത്തിയത്. അവൻ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ, ഞാൻ ഇതുപോലെ അലക്കി പിഴിഞ്ഞു കൊടയും ഞാന്. നീ എന്താടി ഈ കാണിക്കുന്നത്? തുണിയടിച്ച് കീറാനല്ല, വൃത്തിയായിട്ട് കഴുകാനാ DK നിന്നെ ഏൽപ്പിച്ചത്. അല്പം മുമ്പ് എന്തായിരുന്നു നെഗളിപ്പ്? അമരാവതിയിൽ അമ്മായിയമ്മയാണ് പോലും. കൊള്ളാം, അമ്മായിയമ്മയ്ക്ക് പറ്റിയ പണി. അതിന് പണി കിട്ടി തുടങ്ങിയിട്ടല്ലേ ഉള്ളു താരേച്ചി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അല്ല, ഇപ്പോഴാ ഞങ്ങളുടെ അമ്മായിയമ്മയെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നത് അല്ലേ മായേച്ചി? ആദർശ ഭാര്യയല്ലേ, ചെയ്യട്ടെ. എന്തായാലും ഇതുപോലൊരു കാഴ്ച കാണാൻ സാധിച്ചല്ലോ. പരമഭാഗ്യം. എന്നെ ചൊറിയാൻ നിൽക്കാതെ മര്യാദയ്ക്ക് സ്ഥലം വിട. ഇല്ലെങ്കിൽ ഈ തുണി പോലും എടുത്തിട്ട് അലക്കും ഞാൻ 3 എണ്ണത്തിനെ. കണ്ടില്ലേ മായേച്ചി അവളുടെ ദേഷ്യം? നീ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇത് ചെയ്തേ പറ്റൂ. വേണമെങ്കിൽ ഇതിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്ത് ടിപ്പ്? DK ചതിച്ച് കല്യാണം കഴിച്ചത് നീയാണെന്ന് സമ്മതിച്ച് ഞങ്ങളോടെല്ലാം മാപ്പും പറഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ. അതാ നിനക്ക് നല്ലത്. 3 എണ്ണത്തിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി കേട്ടാ. പക്ഷേ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്ന ശീലം ഈ ജ്യോതിക്കില്ല. നിന്റെ ഭർത്താവിന് നിന്നോടുള്ള സ്നേഹം ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ എന്തായിരിക്കും? പട്ടാ പകൽ അങ്ങേര് ഇവിടെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കും. അയ്യോ, വേഗം ആവട്ടെ. ഇത് കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ തുണി തരാം. അത് നിന്റെ ജോലിയാ. അയ്യടാ, അവള് കഴുകിക്കാൻ വന്നിരിക്കുന്നു. പൂച്ചയുടെ മുഖമുള്ള മരുമോളെ, നിന്നെ ഞാന് എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ 3 എണ്ണത്തിനെ എടുത്ത് അലക്കി വെളുപ്പിക്കും ഞാൻ പറഞ്ഞേക്കാം. അലക്കി അലക്കി ഇവളുടെ നടുവൊടിയട്ടെ. ഓൾ ദി ബെസ്റ്റ് അമ്മായിയമ്മ. അതെ, ഇത് കഴിഞ്ഞിട്ടങ്ങ് വാ, ഞങ്ങളുടെ വക വേറെ തരാം. വാ മായേച്ചി. ഞാന് വന്നേക്കുന്നു 3 പേക്കോലങ്ങൾ. അയ്യാ, അങ്ങേരുടെ ഒരു കോട്ടും പത്രാസും ഇപ്പൊ കാണിച്ചുതരാട്ടാ. ഇത് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇപ്പോ ഈ കോട്ടിട്ട് ഹിറ്റ്ലർ ഗമ കാണിക്കണ്ട. ഇത് വഴി കിടക്കട്ടെ. പാട്ടവിളക്ക്, കുപ്പി, പഴയ പാത്രങ്ങൾ വിൽക്കാനുണ്ടോ? അമ്മാ, പഴയ പാത്രങ്ങൾ വിൽക്കാനുണ്ടോ?
Action talk and no one bag of mouth. Cause we run the east, west, the north and south. Make them know say that them can't get me out. Anything that them hear, I we talk about. Action talk and no one bag of mouth. Cause we run the east, west, the north and south. Make them know say that them can't get me out. Anything that them hear, I we talk about. പൊട്ടിയ ബക്കറ്റ്, പഴയ പാത്രം, കുപ്പി, പ്ലാസ്റ്റിക് വല്ലതും വിൽക്കാനുണ്ടോ ചേച്ചി? ചേച്ചിയോ? തനിക്ക് ഈ കോട്ട് അവിടെ നീട്ടി മോഷ്ടിച്ചതാണോ? അന്തസ്സായി പാട്ടവർക്ക് ജീവിക്കുന്ന എന്നെ കള്ളനാക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ അസോസിയേഷൻ പരാതി കൊടുക്കും. നീ എന്തിനാ എന്നെ വിളിച്ചേ? കണ്ടില്ലേ ഡികെയുടെ കോട്ട് ആക്രിക്കാരൻ ഇട്ടിരിക്കുന്നു. എന്താ ഇവിടെ? ഭിക്ഷക്കാരി ഈ കോമ്പൗണ്ടിനകത്ത് കേട്ടതൊന്നും പറഞ്ഞില്ലേ? പിച്ചക്കാരനല്ല സാറേ, പാട്ടവറക്കാരന്. പഴയ പൊട്ടിയ ബക്കറ്റ്, പാത്രം എന്തെങ്കിലും ഉണ്ടോ സാറേ? ഇത് സംശയിക്കണ്ട, അത് ഡികെയുടെ കോട്ട് തന്നെയാ. മോഷ്ടിക്കാൻ വന്നാണോ? ഞാൻ ആരെയൊന്നും മോഷ്ടിച്ചില്ല സാറേ. പിന്നെ തനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ കോട്ട്? പറയടോ. തന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. സാറേ, ഇത് ഞാൻ മോഷ്ടിച്ചൊന്നുമല്ല, എനിക്ക് ആ വഴി കിടന്ന് കിട്ടിയതാ. ഇതെല്ലാം വിലപിടിപ്പുള്ള തുണികളാ, സൂക്ഷിച്ചു വേണം അലക്കാൻ. ഏയ് ബേക്കറിക്കാരി ജ്യോതി. ഓ ദേ വരണോ. ഞാനിന്ന് സാറേ, ഞാൻ സത്യം പറഞ്ഞതാ, ഞാൻ മോഷ്ടിച്ചതല്ല. ദയവ് ചെയ്ത് എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഇതെന്താ വട്ടമേശ സമ്മേളനോ? എന്താ വിളിച്ചേ? ഈശ്വരാ, ഡികെയുടെ കോട്ട്. പണി പാളിയല്ലോ ദൈവമേ. എന്റെ കോട്ടെടുത്ത് നീ വല്ലവർക്കും കൊടുത്തല്ലേ? ചൂടാവാതെ ഹിറ്റ്ലറെ, ഒരുപാട് കോട്ടുള്ള ആളല്ലേ നിങ്ങള്. ഈ ഒരെണ്ണം ഈ പാവ എടുത്തോട്ടെ. എന്റെ കോട്ടെടുത്ത് കൊടുക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നേ? ഇതിന്റെ വില എന്താണെന്ന് അറിയോ നിനക്ക്? അതൊക്കെ ഞാൻ എന്തിനാ അറിയുന്നേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആ കോട്ട് വേണം, അത്രല്ലേ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ, ആ കോട്ടൊന്ന് ഒരുത്തുന്നേ. താ. ആ ശരി ചേട്ടാ, പൊയ്ക്കോ. നിങ്ങളുടെ കോട്ട് ഇത് നിങ്ങൾ തന്നെ ഇട്ടോ. യു ഇഡിയറ്റ്. വല്ല പാട്ടുവർക്കൾ ഇട്ട കോട്ട് ഇനി ഞാനിടോ? ബെസ്റ്റ്. നാശം. അമ്മേ, എന്റെ ഈശ്വരാ, ജോലി ചെയ്ത് നടു ഒടിഞ്ഞു. നടുകടലിൽ പെട്ട അവസ്ഥയായല്ലോ ഭഗവാനെ. ഇവിടെ നിന്നാ ആ ഹിറ്റ്ലറിന്റെ അടിമപ്പണി ചെയ്ത് നട്ടല് വളഞ്ഞ് ചത്തുപോകും ഞാൻ. തെളിവ് കിട്ടാതെ ഇവിടെ നിറങ്ങിയ ആ CBI എന്റെ അച്ഛനെ ജയിലിലും ആക്കും. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. എന്തൊരു ക്ഷീണം. അയ്യോ.
ഏയ് ബേക്കറി. ആ ഞാൻ പുറത്തു പോയ നേരം നോക്കി എന്റെ ബെഡിൽ കയറി സുഖിച്ച് കിടക്കുമായിരുന്നു നീ. പിന്നെ ഭയങ്കര സുഖല്ലേ? ജോലി ചെയ്ത് എന്റെ ജീവൻ പോവാറായി. നാട് നിവർത്താൻ വേണ്ടി ഞാനൊന്ന് ഇരുന്നതാ. ക്ഷീണം കൊണ്ടൊന്ന് കിടന്നുപോയി. അല്ലാതെ നിങ്ങളുടെ പട്ടുമെത്തയിൽ കയറി സുഖശയനം നടത്താൻ വന്നതല്ല ഞാൻ. അത് നന്നായി. ഇനി ജോലിയില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ. മാത്രമല്ല ഒരു ജോലിയും ചെയ്യാതെ മറ്റുള്ളവരെ കളിയാക്കി നടന്ന നിനക്ക് ഇപ്പൊ മേലാണെങ്കിൽ ജോലി എടുത്തപ്പോ ക്ഷീണം വരുന്നത് സാധാരണയാ. നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. കാത്തിരുന്നോ? അബദ്ധത്തിൽ ഒരു താലി കെട്ടിപ്പോയെന്ന് കരുതി ഭാര്യയുടെ അധികാരം കാണിക്കാനുള്ള പ്രോഗ്രാംസ് ഒന്നും പ്ലാൻ ചെയ്യണ്ട.